ലോകത്തെ നടുക്കി ഇസ്രയേലി ആക്രമണത്തിൽ മലയാളിയുടെ കമ്പനിക്ക് പങ്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് ബൾഗേറിയ. റെൻസൺ ജോസിന്റെ നോട്ട ഗ്ലോബൽ നിയമവിരുദ്ധ പ്രവർത്തനം ഒന്നും നടത്തിയിട്ടില്ല എന്ന് സുരക്ഷാ ഏജൻസി വിശദീകരിച്ചു. സംഭവത്തിൽ മലയാളിയുടെ കമ്പനിയെപ്പറ്റി അന്വേഷണം തുടങ്ങിയെന്നും വയനാട് സ്വദേശി റെൻസൺ ജോസിനായി തിരച്ചിൽ തുടങ്ങിയെന്നുമായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബസന്ത്, വലിയ ആശങ്കയും അല്ലെങ്കിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുമൊക്കെ സ്വാഭാവികമായിട്ടും ഈ പേര് വന്നതോടുകൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ബൾഗേറിയയുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന ഒരു സ്ഥിരീകരണം അങ്ങനെ ഒരു പങ്കാളിത്തമില്ല എന്ന്, അല്ലേ? ദിവിഷ, ബൾഗേറിയൻ സ്റ്റേറ്റ് ഏജൻസിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അവരുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏജൻസിയാണ് ബൾഗേറിയൻ സ്റ്റേറ്റ് ഏജൻസി എന്ന് പറയുന്നത്. നോട്ട ഗ്ലോബലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ പരിശോധനയിൽ ബൾഗേറിയയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അല്ലെങ്കിൽ ഉപകരണം ബൾഗേറിയയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെട്ടതായിട്ടുള്ള യാതൊരു രേഖയും അവരുടെ കൈവശമില്ല എന്നാണ് ഇപ്പോൾ ബൾഗേറിയൻ സ്റ്റേറ്റ് ഏജൻസി പറയുന്നത്. അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്ന വാചകം ഇതാണ്: together with the National Revenue Agency, the Interior Ministry and the Customs Agency, it was established beyond doubt that no communication devices were imported, exported or manufactured in Bulgaria. The Nota Global also did not carry out financial operations that would fall within the scope of the law of measures against financing of terrorism, and it does not have any commercial relations with individuals or legal entities under sanctions by the UN Security Council or the Council of the European Union എന്നുള്ളതാണ്. അതായത് നോട്ട ഗ്ലോബൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് ഈ ഭീകരതയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ മുദ്ര കുത്തപ്പെട്ട ഏതെങ്കിലും ആളുമായിട്ടോ നടത്തിയിട്ടില്ല എന്നുള്ള വളരെ വ്യക്തമായ ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. മാത്രമല്ല, ഇൻ്റർനാഷണൽ ട്രേഡ് ഡാറ്റാബേസ് ഉണ്ട്, അതായത് അന്താരാഷ്ട്ര വാണിജ്യ ഡാറ്റാബേസുകൾ പരിശോധിച്ചതിൽ നിന്നും നോട്ട ഗ്ലോബലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കയറ്റിറക്കുമതി ബൾഗേറിയയിൽ നിന്നും തൈവാനിലേക്ക്, അല്ലെങ്കിൽ തൈവാനിലാണ് ഇപ്പോൾ തൈവാനിൽ നിന്നും വാങ്ങിയ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള വാർത്തകൾ വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ബൾഗേറിയയിൽ നിന്ന് തൈവാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഈ നോട്ട ഗ്ലോബൽ കയറ്റുമതി ചെയ്തതായിട്ടുള്ള യാതൊരുവിധ ഡാറ്റയും അല്ലെങ്കിൽ അവരുടെ അന്താരാഷ്ട്ര വ്യാപാര ഡാറ്റാബേസുകളിൽ നിന്നും ലഭ്യമല്ല എന്നാണ് ഇപ്പോൾ ഈ ബൾഗേറിയൻ സ്റ്റേറ്റ് ഏജൻസി വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷേ നേരത്തെ വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ റിൻസൺ ജോസിൻ്റെ ഉടമസ്ഥതയിലുള്ള, അതായത് മലയാളിയായ വയനാട് മാനന്തവാടി സ്വദേശിയായ റിൻസൺ ജോസിൻ്റെ ഉടമസ്ഥതയിലുള്ള നോട്ട ഗ്ലോബൽ, അത് നോർവീജിയയിലാണ് ഇപ്പോൾ റിൻസൺ ജോസ് താമസിക്കുന്നത്. ഈ നോട്ട ഗ്ലോബലാണ് ഈ സപ്ലൈ ചെയിനിൽ, അതായത് ഈ ഹിസ്ബുള്ളയ്ക്ക് പേജർ നൽകിയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ ഉണ്ട്, അതായത് സോഴ്സ് ചെയ്ത് പിന്നീട് അത് വിൽക്കപ്പെട്ട ആ ഒരു സപ്ലൈ ചെയിനിൽ ഒരു പ്ലെയർ നോട്ട ഗ്ലോബലാണ് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നത്. അതുകൊണ്ടാണ് ഇതിലൊരു മലയാളി കമ്പനിക്ക് അന്വേഷണത്തിന് വിധേയമാകേണ്ടി വന്നതും. അവിടുത്തെ വാർത്തകളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നത് ഇത് ബൾഗേറിയയിലെ സോഫിയയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ആ അഡ്രസ്സിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു അഭിഭാഷകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിശദീകരണവും വാർത്താ ഏജൻസികൾക്ക് നൽകാനും തയ്യാറായിട്ടില്ല. റിൻസൺ ജോസ് ആകട്ടെ നോർവേയിലെ ഓസ്ലോയിൽ, നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലാണ് താമസം. അവിടെ അദ്ദേഹം കഴിഞ്ഞ 2015 മുതൽ താമസിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പൗരനാണ് എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെയുള്ള ഒരു യാത്രയിൽ അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ള വിവരമാണ് അവിടുത്തെ നോർവേയിലെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകിയിട്ടുള്ളതും. ഏതായാലും ഇപ്പോൾ ബൾഗേറിയൻ സ്റ്റേറ്റ് ഏജൻസിയുടെ, അതായത് ബൾഗേറിയയുടെ ഒരു ഷെൽ കമ്പനിയാണ് ഇവയെല്ലാം നൽകിയത് എന്നുള്ള തരത്തിൽ, ഈ പേജറുകൾ നൽകിയത് എന്നുള്ള തരത്തിൽ വന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ബൾഗേറിയ നടത്തിയ അന്വേഷണത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ അവർ ഒരു വാർത്താക്കുറിപ്പായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഈ ബൾഗേറിയൻ കമ്പനി എന്ന് പറയുന്നത് തന്നെ വളരെ ദുരൂഹമായ ഒരു സാഹചര്യമാണ്. അവരുടെ ഇക്കൊല്ലത്തെ ആനുവൽ ടേൺ ഓവർ അല്ലെങ്കിൽ അവരുടെ ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് തന്നെ 6,65,000 പൗണ്ടാണ് അവരുടെ നീക്കിയിരിപ്പ്. പക്ഷേ അതിലവരുടെ ചെലവിൻ്റെ ഭാഗത്ത് വരുമ്പോൾ എത്ര ജീവനക്കാരുണ്ട് എന്ന് പറയുന്നിടത്ത് ഒരു ജീവനക്കാരൻ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തതായിട്ടോ ഒന്നും തന്നെ ഈ സർക്കാരിൽ ഫയൽ ചെയ്തിട്ടുള്ള റിട്ടേൺസിലൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുരൂഹമായിട്ടുള്ള സാഹചര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ ബൾഗേറിയ സ്വയം തങ്ങൾക്കിതിൽ പങ്കില്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നോട്ട ഗ്ലോബലിനും ഈ സപ്ലൈ ചെയിനിൽ യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുക. ശരി, എന്തായാലും മലയാളിയ റെൻസൺ ജോസിന് കാര്യങ്ങളായി ബന്ധമുണ്ടോ എന്ന വലിയ വാർത്തകളൊക്കെ വന്നതിന് പിന്നാലെ ബൾഗേറിയയുടെ ഭാഗത്തുനിന്ന് റെൻസന്റെ കമ്പനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നൊരു സ്ഥിരീകരണം ബൾഗേറിയയുടെ സ്റ്റേറ്റ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. പി ബസന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.